അഹമ്മദാബാദിൽ സംഭവിച്ച എയർ ഇന്ത്യ വിമാന ദുരന്തം അത് നടന്നിട്ട് 7 മാസം പിന്നിട്ടിരിക്കുന്നു. എന്നാൽ സമാനമായിട്ടുള്ള ഒരു വലിയ അപകടം കഴിഞ്ഞ ദിവസവും സംഭവിക്കുമായിരുന്നു. എന്തോ ഒരു ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു എന്നുള്ളതേ പറയാൻ വേണ്ടി സാധിക്കുള്ളൂ. പറഞ്ഞു വരുന്നത്, ലണ്ടനിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് വരികയായിരുന്ന എയർ ഇന്ത്യ വിമാനം ഈ ഫ്യുവൽ സ്വിച്ചിലെ ഒരു ഇഷ്യൂ കാരണം ടേക്ക് ഡൗൺ ചെയ്തു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്ന ഒരു കാര്യം. ഇത് യഥാർത്ഥത്തിൽ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? നമ്മുടെ വിമാന യാത്ര എന്ന് പറയുന്നത് ഏറ്റവും വലിയ ആശങ്കാജനകമായിട്ടുള്ള ഒരു സംഗതിയായിട്ട് മാറുകയാണ്. പ്രത്യേകിച്ചും ബോയിങ്ങിൽ യാത്ര ചെയ്യാനേ പറ്റില്ല എന്നാണ് ഇതൊക്കെ സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസത്തെയും കുറേ മാസങ്ങൾക്ക് മുമ്പ് നടന്ന ഈ അഹമ്മദാബാദ് എയർ ഇന്ത്യ വിമാന ദുരന്തം, ഇതിന് രണ്ടിനെയും താരതമ്യം ചെയ്യുമ്പോൾ എന്താണ് നമുക്ക് മനസ്സിലാവുന്നത്? ഇന്ത്യയുടെ വ്യോമയാന രംഗം ശരിക്കു പറഞ്ഞാൽ വലിയ ഒരു പ്രതിസന്ധിയെ നേരിടുകയാണ്. ഈ കഴിഞ്ഞ ദിവസം ലണ്ടൻ ബാംഗ്ലൂർ സർവീസ് നടത്തുന്ന എയർ ഇന്ത്യയുടെ ബോയിങ് 787 ഡ്രീം ലൈനർ വിമാനം, അതിൻ്റെ ഫ്യൂവൽ സ്വിച്ചിൻ്റെ തകരാറ് കാരണം ആ വലിയ പ്രതിസന്ധി നേരിട്ടു. ഫ്യൂവൽ സ്വിച്ചിൻ്റെ തകരാറ് എന്താണ്? കൃത്യമായിട്ട് പറഞ്ഞാൽ അത് എഞ്ചിനിലേക്കുള്ള ഇന്ധനത്തിൻ്റെ ഒഴുക്ക് നിയന്ത്രിക്കുന്ന സ്വിച്ചാണ് ഫ്യൂവൽ സ്വിച്ച്. അത് ഓൺ ആക്കി ഇട്ടത് തിരിച്ച് തനിയെ ഓഫ് ആകുക. ഒന്നല്ല രണ്ട് തവണ അങ്ങനെ സംഭവിച്ചു. മൂന്നാമത്തെ തവണ വീണ്ടും അത് ഓൺ ചെയ്തപ്പോൾ അത് ആ തലസ്ഥാനത്ത് തന്നെ. അപ്പോൾ പൈലറ്റ് ഇത് ഉടൻ തന്നെ വിമാനത്തിന്റെ ലോഗ് ബുക്കിൽ രേഖപ്പെടുത്തി, അങ്ങനെ തെളിവുണ്ടാക്കി. ആ പൈലറ്റ് അസാമാന്യ ധൈര്യമുള്ള ആളാണെന്നാണ് ഞാൻ ദേശീയ മാധ്യമങ്ങളിലൊക്കെ ചർച്ച നടത്തിയപ്പം പറഞ്ഞു കേട്ടത്. കാരണം ഇത് ബോയിങ് കമ്പനിയെ നേരിട്ട് എതിർക്കുന്നതിന് തുല്യമാണ്. ഒരു വലിയ കോർപ്പറേറ്റ്, ലോകത്തിലെ ഏറ്റവും വലിയ സ്വാധീനം, നിങ്ങളെ പിന്നെ ഏതുറക്കത്തിലും കൊല്ലാനായിട്ട് ചാരന്മാരെ വിടാനോ കൊലയാളികളെ വിടാനോ ശേഷിയുള്ള ഒരു സ്ഥാപനം, ആ സ്ഥാപനത്തിൻ്റെ അടിസ്ഥാന പ്രശ്നങ്ങളെ രേഖാമൂലം അത് ലോകത്തിനെ അറിയിച്ചു, ആ ലോഗ് ബുക്ക്. അങ്ങനെയുള്ള ഈ ഒരു സംഭവം ഇന്നലെ ഉണ്ടായി. അത് വലിയ വലിയ പ്രക്ഷുബ്ധം, കോലാഹലങ്ങൾ, കോളിളക്കങ്ങൾ വ്യോമയാന മേഖലയിൽ, ഇന്ത്യയിൽ മാത്രമല്ല വിദേശത്തും അത് ഉണ്ടാക്കിയിരിക്കുകയാണ്. 787 എന്ന വിമാനത്തിൻ്റെ സുരക്ഷയെ സംബന്ധിച്ച് അതീവ ഗുരുതരവും പ്രസക്തവുമായ ചോദ്യങ്ങളാണ് ഈ സംഭവം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിനപ്പുറം നമ്മൾ ആലോചിക്കേണ്ടത്, ഒരു 6 മാസം മുമ്പ് അഹമ്മദാബാദിൽ എയർ ഇന്ത്യ ഫ്ലൈറ്റ് AI-171, അതും ഒരു ബോയിങ് 787 ഡ്രീം ലൈനർ ആയിരുന്നു, അതവിടെ തകർന്നു വീണപ്പോൾ അത് അവിടെയും ഇതേ പ്രശ്നമായിരുന്നു എന്നുള്ള സൂചനകളാണ് അന്വേഷണങ്ങളിൽ നിന്ന് ഒരു ഘട്ടത്തിൽ പുറത്തു വന്നത്. അതായത് ഈ ബോയിങ് 787 ഈ എഞ്ചിനിലേക്കുള്ള, അതായത് ഫ്യൂവൽ സ്വിച്ച്, അത് എന്തുകൊണ്ടോ ഓട്ടോമാറ്റിക്കായിട്ട് ഓണിൽ നിന്ന് ഓഫായി പോകും. അതോ ഇത് വലിയ അട്ടിമറിയാണോ? സംശയമുണ്ട്. കാരണം ഇങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടാക്കി ഇന്ത്യയുടെ വളർന്നു വരുന്ന വ്യോമയാന മേഖലയെ തകർക്കാനായിട്ട് ആരെങ്കിലും ശ്രമിക്കുന്നതാണോ? നമ്മൾ ആലോചിക്കേണ്ടത്, ദിവസങ്ങളായതേ ഉള്ളൂ അജിത് പവാർ എന്ന മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ഒരു വിമാന അപകടത്തിൽ മരിച്ചത്, കൊല്ലപ്പെട്ടു. നമ്മുടെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ഇതുപോലൊരു ഹെലികോപ്റ്റർ അപകടത്തിലാണ് കൊല്ലപ്പെട്ടത്. വല്ലാത്തൊരു പ്രതിസന്ധിയല്ലേ ഇന്ത്യയിൽ? കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഇന്ത്യയുടെ വ്യോമയാന മേഖല വലിയൊരു വെല്ലുവിളി നേരിടുകയാണ്. ഇതിനിടയ്ക്ക് ചില സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഒരു വാർത്ത വന്നിട്ടുണ്ട്. ഈ കാര്യത്തിനൊക്കെ, അതായത് ഈ വ്യോമയാന മേഖലയുടെ സുരക്ഷ ഉറപ്പുവരുത്തേണ്ട ഒരു സർക്കാരിൻ്റെ കീഴിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്, ഓർഗനൈസേഷനാണ് ഈ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻസ്. ആ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻസിലെ ചീഫ് ഫ്ലൈറ്റ് ഓപ്പറേഷൻസ് ഇൻസ്പെക്ടർ എന്നൊരു തസ്തികയുണ്ട്. അത് പൈലറ്റുമാരായിരിക്കും ആ സ്ഥാനത്തേക്ക്, അതീവ പ്രഗത്ഭരായ പൈലറ്റുമാർ. അവരാണ് വിമാനത്തിൻ്റെ സേഫ്റ്റിയുടെ സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടത്. ഈ ഫ്ലൈറ്റ് ഓപ്പറേറ്റർമാരെന്ന് പറയുന്ന, ഇപ്പോൾ എയർ ഇന്ത്യ ആയാലും അതല്ലെങ്കിൽ മറ്റേതെങ്കിലും കമ്പനി ആയാലും, ഇവർക്ക് ആർക്കായാലും, ഇൻഡിഗോ ആയാലും സർട്ടിഫിക്കേഷൻ കൊടുക്കേണ്ടത്, ഇനി സ്വകാര്യ ചാർട്ടേഡ് ഫ്ലൈറ്റ് നടത്തുന്ന കമ്പനികൾക്കായാലും എല്ലാവർക്കും ഈ വിമാനം പറക്കാൻ യോഗ്യമാണ്, ഇത് യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പുവരുത്താൻ പര്യാപ്തമാണ് എന്നുള്ള സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ട ഒരു സംഘടനയാണ്, അല്ലെങ്കിൽ ഒരു വ്യക്തിയാണ് ചീഫ് ഫ്ലൈറ്റ് ഓപ്പറേഷൻസ് ഇൻസ്പെക്ടർ. ആ ചീഫ് ഫ്ലൈറ്റ് ഓപ്പറേഷൻസ് ഇൻസ്പെക്ടർ ശ്വേതാ സിംഗിനെതിരെയാണ്
വലിയ പരാതി ഇപ്പോൾ വരുന്നത്. അവർക്ക് മുമ്പ് ആ സ്ഥാനത്ത് മറ്റൊരു വ്യക്തിയാണ്. അയാളെ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻസ് പുറത്താക്കിയതാണ്. കൈക്കൂലി അതുപോലെ വലിയ പൊതുജനങ്ങളുടെ താല്പര്യത്തിന് വേണ്ടി ഇയാളെ പുറത്താക്കുന്നു എന്നാണ് അത് ഒരു കാരണം. അയാളെ പുറത്താക്കിയതിൻ്റെ ഒരു കാരണമായിട്ട് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻസ് അന്ന് പറയുന്ന ഈ പബ്ലിക്കിൻ്റെ ഒരു സേഫ്റ്റിയും കൂടെ കണക്കിലെടുത്തെന്ന്. അപ്പോൾ അവിടെ ഈ വിമാനത്തിൻ്റെ സേഫ്റ്റി, യാത്രക്കാരുടെ സേഫ്റ്റി ഉറപ്പുവരുത്തേണ്ടത് അവിടെ ഈ ചീഫ് ഫ്ലൈറ്റ് ഇൻസ്പെക്ടർ, ഓപ്പറേഷൻസ് ഇൻസ്പെക്ടർ പരാജയപ്പെട്ടിരുന്നു. അങ്ങനെ ഒരു മുൻ അനുഭവമുണ്ട്. അപ്പോൾ അത് തന്നെയാണോ ഇപ്പോഴും സംഭവിക്കുന്നത്? ഇടതുകാലിലെ മന്ത് വലതുകാലിൽ ആക്കിയതുപോലെയാണ്. മുൻപിരുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു, അയാളുടെ പേര് ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല. ആ വ്യക്തിയെ മാറ്റിയിട്ട് പുതിയ ആൾ വന്നിട്ടും ഒരു മാറ്റവും ഉണ്ടായില്ല. അയാളുടെ പേര് വിവേക് ചോബ്ര എന്ന എന്തോ ആണ്. ആ വിവേകിനെ മാറ്റിയിട്ടാണ് ശ്വേത വന്നത്. ചബ്രിയ എന്നാണോ എന്ന് എനിക്കൊരു സംശയം. വിവേക് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തിന്റെ സർനെയിം എനിക്ക് അത്ര കൃത്യമായിട്ട് ഓർമ്മ വരുന്നില്ല. അപ്പോൾ ശ്വേതാ സിംഗ് വരുന്ന അതിന് ശേഷമാണ്. ഇപ്പോഴും ഇതേ പ്രശ്നം നിലനിൽക്കുകയാണോ? ഇന്ത്യയുടെ വ്യോമയാന മേഖല വിദേശ ശക്തികളാണോ നിയന്ത്രിക്കുന്നത്? ശരിക്കു പറഞ്ഞാൽ ഇപ്പോൾ അതീവ ഗൗരവമുള്ള ഒരു വിഷയമാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ISROയുടെ വിഷയത്തിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടത് കൊണ്ടാണ് അജിത് ദോവൽ ഇവിടെ എത്തിയത്. ഈ ഒരു വിഷയത്തിലും പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇടപെടേണ്ട ഒരു സാഹചര്യമാണോ നിലനിൽക്കുന്നത്? ഇത് BJPയുടെ ഒരു സഖ്യകക്ഷിയായ തെലുങ്കുദേശമാണിത് ഈ വകുപ്പ് നിയന്ത്രിക്കുന്നത്. രാമനോഹർ നായിഡു എന്ന മന്ത്രിയാണ് അവരുടേത്. പക്ഷേ സ്വാഭാവികമായിട്ടും ഒരുപാട് സംശയങ്ങൾ വരുന്നത് ഈ വിഷയത്തിൽ എന്തുകൊണ്ടാണ് കൃത്യമായ നടപടികൾ എടുക്കാത്തത് എന്നാണ്. യഥാർത്ഥത്തിൽ ഒരു വിമാനം പറക്കുന്നതിനിടയിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ എത്ര പേരുടെ ജീവനായിരുന്നതിനെയും അപകടത്തിലാകുന്നു. തുടർച്ചയായിട്ട് 2 അപകടങ്ങൾ എയർ ഇന്ത്യക്ക് ഉണ്ടാകുമായിരുന്നെങ്കിൽ ആ അപകടങ്ങൾ ഈ വിമാന കമ്പനിയെ തന്നെ തകർക്കില്ലായിരുന്നു. ഇന്ത്യയുടെ വ്യോമയാന രംഗം ഇപ്പോൾ ഒരു വലിയ കുതിപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. ആ കുതിപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അതിനെ തടയിടാൻ ഇത്തരം സംഭവങ്ങൾ ആരോ ആസൂത്രണം ചെയ്തതാണ്. 2 ഫ്ലൈറ്റുകളും ഇവിടുന്ന് ലണ്ടനിലേക്ക് പോകുന്ന ഫ്ലൈറ്റുകളാണ്. ലോങ് ഹോൾ ഫ്ലൈറ്റുകളാണ്. ഒരുപാട് സംശയങ്ങൾ ഇത് സംബന്ധിച്ചിട്ടുണ്ട്. എനിക്ക് വേണമെങ്കിൽ 1 മണിക്കൂർ നേരം അത് വിശദീകരിച്ചുകൊണ്ടിരിക്കാം. ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയിൽ ഇപ്പം സ്വകാര്യ അതായത് യാത്രാ വിമാനങ്ങൾ നിർമ്മിക്കാനുള്ള കരാർ HAL ഒപ്പിട്ട് കഴിഞ്ഞു. HAL മാത്രമല്ല, അദാനി ഗ്രൂപ്പും എംബ്രായറുമായിട്ട് ചേർന്ന് അദാനി വിമാനം നിർമ്മിക്കാൻ പോകുന്നു. റഷ്യയുമായിട്ട് ചേർന്നിട്ട് നമ്മൾ SJ-100 സൂപ്പർ സുഖോയ് വിമാനം നിർമ്മിക്കാൻ പോകുന്നു. അപ്പോൾ ഇത്തരം ശ്രമങ്ങളെയൊക്കെ അട്ടിമറിക്കാൻ വേണ്ടി ആരെങ്കിലും ചെയ്യുന്നതാണോ ഇത്? ഇന്ത്യ സ്വന്തമായിട്ട് ജെറ്റ് വിമാനം നിർമ്മിക്കാൻ പോകുന്നു. നമ്മുടെ തേജസിനെ പ്രോഗ്രാം അട്ടിമറിക്കാൻ പലരും പല രീതിയിൽ ശ്രമിച്ചിരുന്നു. ഇതൊക്കെ കൂടെ കണക്കിലെടുക്കുമ്പോൾ അതീവ ഗൗരവമുള്ള ചോദ്യങ്ങളാണ് ഇവിടെ വരുന്നത്. ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻസ് തീർച്ചയായിട്ടും സംശയത്തിന് അതീതമായ ഒരു സ്ഥാപനമായിട്ട് മാറേണ്ടതുണ്ട്. ഈ ആരെങ്കിലും ഒരു സംശയം ചോദിച്ചാൽ നിങ്ങൾക്ക് സംശയം ചോദിക്കാനുള്ള ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ ഉണ്ടോ? പൈലറ്റ് ആയിട്ട് ഒരു പത്രക്കാരന് ചോദിക്കാൻ പറ്റില്ല. പൈലറ്റുമാരുടെ സംഘടന ഞാൻ ഈ ചോദിച്ച ചോദ്യങ്ങൾ അവർ ചോദിക്കുന്നുണ്ട്. പൈലറ്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ക്യാപ്റ്റൻ രൺധാവ ഈ അടുത്ത സമയത്ത് ദേശീയ ചാനലിലൊക്കെ വന്ന് അദ്ദേഹം ഒരുപാട് ഗൗരവമേറിയ ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഇപ്പൊ ഏറ്റവും ഒടുവിൽ ഈ അഹമ്മദാബാദ് വിമാനാപകടത്തെ കുറിച്ചുള്ള എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ബോർഡ് AAIB നടത്തുന്ന അന്വേഷണം അത് വഴിതെറ്റിയിരിക്കുകയാണെന്ന് ഈ പറയുന്ന പൈലറ്റുമാരുടെ സംഘടന ആക്ഷേപിച്ചിട്ടുണ്ട്. ഈ അന്വേഷണം മാറ്റിയിട്ട് പുതിയ അന്വേഷണം കൊണ്ടുവരണമെന്ന് മരിച്ച പൈലറ്റ് സബർവാളിന്റെ അച്ഛൻ സുപ്രീം കോടതിയിൽ ഹർജി കൊടുത്തിട്ടുണ്ട്. ഈ മരിച്ച പൈലറ്റിന്റെ ബന്ധുക്കളെ പോലും ആവശ്യമില്ലാതെ വിളിച്ചു വരുത്തി ഹറാസ് ചെയ്യുന്ന, അവർക്കാർക്കും ഇതുമായിട്ട് ഒരു ബന്ധവുമില്ല. അവർ സാക്ഷിയല്ല, അവർ ഈ വിമാനം ഓടിച്ചിട്ടുമില്ല. ചുരുക്കി പറഞ്ഞാൽ ആരൊക്കെയോ നമ്മുടെ രാജ്യത്തെ നിയന്ത്രിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടോ പിൻവാതിലിലൂടെ? എന്തായാലും ദോവാള് ഈ രംഗത്തും ഇടപെടേണ്ട സാഹചര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രധാനമന്ത്രിയുടെ ഓഫീസ് നിശ്ചയമായിട്ടും ഈ വിഷയത്തിൽ ഇടപെട്ട് അത് സഖ്യകക്ഷി ആണെങ്കിൽ പോലും അക്കാര്യത്തിൽ അവരിൽ നിന്ന് വിശദീകരണം ചോദിക്കേണ്ട സാഹചര്യമാണ് എത്തിയിരിക്കുന്നത്. ഞാൻ അവരെ മാത്രമല്ല കുറ്റപ്പെടുത്തുന്നത്, ഈ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻസ് തീർച്ചയായിട്ടും അവിടെ വലിയ മാറ്റങ്ങൾ വരുത്തേണ്ടിയിരുന്നു. അവിടുത്തെ സിസ്റ്റമിക് ഫോൾട്ടുകൾ
മാറ്റേണ്ടിയിരിക്കുന്നു. ഇതാണ് എനിക്ക് പറയാനുള്ളത്.